മാധ്യമരംഗത്തെ ശ്രദ്ധേയമായ ഒരു വാർത്ത. മലയാളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ചാനലായി ഏഷ്യാനെറ്റ് മാറിയിരിക്കുന്നു. ഒന്നാമത്തെ ചാനലായിരുന്നു, കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ ചാനലായി മാറി. രണ്ടാമതായപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. അതെ, ഇപ്പോൾ മൂന്നാമത്തെ ചാനലായിരിക്കുന്നു. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ചാനൽ 24 തന്നെയാണ്. വീക്ക് 32-ൽ, അതായത് 32ാമത്തെ ആഴ്ച അതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 165.8 ആയിരുന്നു. എന്നാൽ 33ാമത്തെ ആഴ്ച 157.3 കുറഞ്ഞു. പക്ഷേ ഈ കുറഞ്ഞത് വേറൊരിടത്ത് കൂടി. റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്തായിരുന്നു, 136.5 ആയിരുന്നത് 33ാമത്തെ ആഴ്ച 149.1 പോയിന്റിലേക്ക് കൂടി. അതായത് 24-ന് കുറഞ്ഞത്, കൂടിയിരിക്കുന്നത് റിപ്പോർട്ടറിനാണ്. അതേസമയം ഏഷ്യാനെറ്റ് 32ാമത്തെ ആഴ്ച 155.1 ആയിരുന്നത് പിന്നെയും കൂപ്പുകുത്തി 147.6 വീണു. അതാണ് 33ാമത്തെ ആഴ്ചയിലെ വ്യത്യാസം. അതായത് ഏഷ്യാനെറ്റ് തുടരെ ഓരോ ആഴ്ച ചെല്ലും തോറും മലയാളത്തിലെ ഒന്നാമത്തെ ചാനലായി 10-25 വർഷം, 1/4 നൂറ്റാണ്ടിലേറെ നിലനിന്ന ചാനൽ തുടർച്ചയായി താഴേക്ക് വീഴുകയാണ്. അതെ, 32ാമത്തെ ആഴ്ചയിൽ നിന്ന് 33ാമത്തെ ആഴ്ചയിലുള്ള വീഴ്ച എന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ്. പല ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് ആ 33ാമത്തെ ആഴ്ച എങ്ങനെയെങ്കിലും പിടിച്ചു കയറും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നാണ് കരുതിയിരുന്നത്. അല്ല, ഏഷ്യാനെറ്റ് കാലങ്ങളായി എടുക്കുന്ന ഈ നിലപാട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുമാതിരി ഹിന്ദു സമുദായം പൊതുവിൽ ഏഷ്യാനെറ്റിനെ വെറുക്കുന്നു. കാരണം ഇപ്പോൾ ബംഗ്ലാദേശ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുക. മലയാള പത്രങ്ങളൊന്നും കാര്യമായി ചെയ്തില്ലെങ്കിലും അതിൻ്റെ അപകടം മനസ്സിലാക്കി മാതൃഭൂമി ദിനപത്രം അകത്തെ പേജിൽ സൂപ്പർ ലീഡ് സ്റ്റോറി പോലെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയുടെ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ മാതൃഭൂമി ചാനലല്ല, വസന്തം പിരിഞ്ഞു. അതെ, എഡിറ്റോറിയൽ എഴുതിയതിനു ശേഷം, ബംഗ്ലാദേശിൽ പുതിയ വസന്തം എഡിറ്റോറിയൽ എഴുതിയതിനു ശേഷം ഉണ്ടായ ഒരു ഹിന്ദു രോക്ഷം കണ്ട് വലിയ തോതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ആളുകൾ ഏജന്റുമാരെ വിളിച്ച് നാളെ തൊട്ട് പത്രം വേണ്ട കേട്ടോ, ബംഗ്ലാദേശിലെ കാര്യമില്ലാത്ത പത്രം വേണ്ട എന്ന് അങ്ങനെ പറയണമെന്ന് നമ്മളും പറഞ്ഞിരുന്നു. പത്രം വേണ്ട എന്ന് പലരും പറഞ്ഞ സ്ഥിതിക്ക് മാതൃഭൂമി നിലപാട് മാറ്റി. പക്ഷേ ഏഷ്യാനെറ്റ് ചെയ്തറിയാമോ, ഏതോ ഒരു മേനോത്തിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ബംഗ്ലാദേശിൽ ഒരു കുഴപ്പമില്ല, ഹിന്ദുക്കൾക്കൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഹിന്ദുക്കൾ അത് ഞാൻ കണ്ടു, ഞെട്ടിപ്പോയി. ചാലക്കുടിക്കാരി ഏതോ ഒരു മേനോത്തി, ആരാണെന്നറിയില്ല, അവരെ വിളിച്ചിട്ട് മലയാളി സമാജം അവിടെ വിനു വി ജോൺ പഠിപ്പിച്ചു വെച്ചതുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ നമുക്കറിയില്ല അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. ബംഗ്ലാദേശ് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ പോലും ബംഗ്ലാദേശിലെ ഹിന്ദു ഹത്യയെ അപലപിച്ചു. ഇപ്പോഴത്തെ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂനസ് പറഞ്ഞു ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുന്നു, അപലപനീയമാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് അവിടെ ഒരു പ്രശ്നവും ഇല്ല, ഇതെല്ലാം കെട്ടിച്ചമച്ച വാർത്തകളാണെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തത്. കാലങ്ങളായി ഏഷ്യാനെറ്റ് എടുക്കുന്ന ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾക്കുള്ള തിരിച്ചടി കൂടിയാണ്. ആ മേനോത്തി ധാക്കയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടെന്നൊക്കെ ആ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ ജസോർ പോലെ ഈ ധാക്കയിൽ നിന്ന് വിട്ടിരിക്കുന്ന എത്രയോ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ പിള്ളേരുണ്ടല്ലോ പുറത്ത്, അവര് ഹിന്ദുക്കൾക്കൊക്കെ കാവല് നിൽക്കുന്നു എന്നാണ് ഈ ഒരു അമ്പലത്തിന് കാവല് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടായിരുന്നു. അവർ കാവല് നിൽക്കുന്നതായിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അമ്പലത്തിന് തീ കിട്ടു, കാവല് നിന്നവർ തന്നെ. ഇതാണ് ബംഗ്ലാദേശിൽ നടന്നത്. റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, ഒരൊറ്റ വാർത്ത അവിടെ നടക്കുന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ച് ഒറ്റ വാർത്ത കൊടുക്കാത്ത ചാനലാണ് ഏഷ്യാനെറ്റ്. കേരളത്തിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലാണെന്ന് കരുതി ഒരുപാട് BJP കാണുന്നുണ്ടായിരുന്നു. ഈ അടുത്തിടയ്ക്ക് നമ്മളൊരു സ്റ്റോറി ചെയ്തു, യുവജനോത്സവം എന്നുള്ള പരിപാടി. അതിൽ ഏഷ്യാനെറ്റിൽ നിരന്തരം മോദിക്കെതിരെയുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് മോദിയെ ആക്ഷേപിക്കുന്നൊരു പരിപാടി ഷൂട്ട് ചെയ്തു. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു, തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും പെൺകുട്ടികളുടെ ഒരു സ്ഥലം എന്തോ ഒരു ഓട്ടുമേൽ ഗേൾസ് എന്ന് പറഞ്ഞ പരിപാടി. അങ്ങനെ കാലങ്ങളായി ഹിന്ദുക്കളെയും BJPയെയും നരേന്ദ്രമോദിയെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന അജണ്ടയുമായിട്ടാണ് ഏഷ്യാനെറ്റ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തിക്തഫലമാണ്, തിരിച്ചടിയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് മാധ്യമവും വിശ്വാസ്യത കളഞ്ഞു കുളിച്ചാൽ
തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്, വലിയ പ്രയാസം. അത് നമുക്കൊക്കെ ഈ മൂന്നാം സ്ഥാനത്ത് നിന്ന് അടുത്ത കാലത്തൊന്നും ഏഷ്യാനെറ്റിന് രക്ഷപ്പെടുന്ന അല്ല, നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ വീഴ്ചയിൽ സങ്കടമുണ്ട്. കാരണം മലയാളികളെ ഒരു ദൃശ്യമാധ്യമ സംസ്കാരം പഠിപ്പിച്ച ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിൻ്റെ വാർത്തയുടെ വിശ്വാസ്യത വളരെ കൂടുതലായിരുന്നു. ഒരു ഇടതുപക്ഷ അതിപ്രസരം, ഇടതുപക്ഷ ആഭിമുഖ്യം കൂടുതലാണെങ്കിലും ഏഷ്യാനെറ്റിന് വളരെ വിശ്വസ്തതയാണ്. ഇത്രയും ഓർക്കൂ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമാണല്ലോ ഏഷ്യാനെറ്റ് വീഴുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇവരെടുത്ത പാർഷ്യലായിട്ടുള്ള നിലപാടുകളുണ്ടായിരുന്നു. ശബരിമല സമരക്കാലത്ത് ശബരിമല സമരകാലത്തും ഇങ്ങനെ ഒരു ചെറിയ വീഴ്ച വന്നു. പക്ഷെ അതുപോലെയല്ല ഇപ്പോഴത്തെ. അതെ, ഇപ്പൊ സ്ഥിരമായി വീഴുകയാണ്. കാരണം ഒരു മാധ്യമം അപ്പം എടുക്കുന്ന നിലപാടുകളെ അതിൻ്റെ കാഴ്ചക്കാർ ഗൗരവത്തോടെ കാണുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, ഏറ്റവും പുതിയ സംഭവം, ഇന്ത്യയിൽ ഏറ്റവും വിവാദമായ ഒരു പീഡന കേസുണ്ട്, പോക്സോ കേസ്, അജ്മീർ പീഡന കേസ്. 250 ഹിന്ദു പെൺകുട്ടികളെയാണ് മുസ്ലിം ചെറുപ്പക്കാർ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടവരും യൂത്ത് കോൺഗ്രസ്സുകാരും ചേർന്ന് 250 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസാണ്. അതിൻ്റെ വിധി ഇന്നലെ വന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തില്ല. 250 പെൺകുട്ടികളെ നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ യൂത്ത് കോൺഗ്രസ്സുകാരും അജ്മീർ ദർഗയുടെ പ്രധാനപ്പെട്ട ആളുകളുടെ മക്കളും പ്രധാനികളും ചേർന്നാണ് പീഡിപ്പിച്ചത്. 32 വർഷം എടുത്തു ആ കേസിന്റെ. അത് വിധി വന്നിട്ട് ഇവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതും ഇതുമൊക്കെ പറയുന്നതിനിടയ്ക്ക് ഒരു വരി ശരിക്കും ഒരു സായാഹ്ന ചർച്ച നടത്തേണ്ട വിഷയമാണ്. നമ്മൾ ഒരു പെൺകുട്ടിയുടെ പീഡനത്തിൻ്റെ പേരിലാണല്ലോ ബംഗാളിൽ നടക്കുന്നത്. നിർഭയയുടെ പേരിൽ, ഹാത്രാസിൻ്റെ പേരിൽ, ഉന്നാവയുടെ പേരിലൊക്കെ ഉന്നാവയുടെ പേരിൽ എത്ര ദിവസം ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തു. രാജസ്ഥാനിലെ അജ്മീരിൽ 32 വർഷം മുമ്പ് നടന്ന വേണമെങ്കിൽ ഇതിനെ ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത ലവ് ജിഹാദ് എന്ന് പറയാം. പ്രതികൾ മുഴുവൻ മുസ്ലിങ്ങളും, ഇരകൾ മുഴുവൻ സാവിത്രി സ്കൂളിൽ പഠിച്ച ഹിന്ദു പെൺകുട്ടികളും. ഈ സംഭവം പോലും ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ നിരന്തരം നിർഭയം എന്നൊക്കെ പറയുന്ന, ദേശീയതയുടെ ശബ്ദം എന്നൊക്കെ പറയുന്ന ഏഷ്യാനെറ്റിനെ ഒരു സംഘം മാഫിയ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പപ്പറ്റ്, അതിൻ്റെ ഉടമസ്ഥനോ മാനേജിംഗ് ഡയറക്ടറോ എന്തോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ചാനൽ, പിന്നെ വേറെ കാര്യമുണ്ട്, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഏറ്റവും പണിയെടുത്ത ചാനൽ ഏഷ്യാനെറ്റാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ കുറ്റം പറയുമ്പോഴും ഏഷ്യാനെറ്റിൻ്റെ വീഴ്ചയിൽ നമുക്ക് ഖേദമുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റ് പഠിക്കുന്നില്ലല്ലോ, ഒട്ടും പഠിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഴ്ച മറ്റുള്ളവർ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴും അതിന് മറുമരുന്ന് എന്നുള്ളതിലേക്ക്, സാധാരണ നമ്മളും മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്താണ്, ഇങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ മാപ്പ് പറഞ്ഞിട്ട്, എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ മാപ്പ് പറയേണ്ട വിഷയമാണെങ്കിൽ മാപ്പ് പറഞ്ഞിട്ട് അതിന് ബദലായിട്ട് എങ്ങനെയാണ് കയറി വരിക എന്നാണല്ലോ നോക്കുക. അല്ല, ഇവരുടെ ഒരു അഹന്തയുടെ സ്വഭാവം ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, യുവജനോത്സവം എന്നുള്ള ഒരു പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പരസ്യമായി ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ലീഡിങ് ക്വസ്റ്റ്യനുകളായി വെച്ചിട്ട് ഒരു ആങ്കർ, അയാളുടെ ഫേസ്ബുക്ക്, അയാൾക്കൊരു FB പേജുണ്ട്, അത് വേറെ പേരാ, ഒരു റേഡിയോ ജോക്കിയുടെ പേരിലുള്ള, അങ്ങനെ പേര് മാറ്റിയിടുക. അതിനകത്ത് അയാൾ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രവർത്തകനാണെന്ന് പരസ്യമായി പറയുന്നുണ്ട്. അയാളുടെ രാഷ്ട്രീയമാണ് അതിനകത്ത് ആ പരിപാടിയിൽ അവതരിപ്പിച്ചത്. BJP നേതാവ് സന്ദീപ് വാര്യർ പരസ്യമായി പോസ്റ്റ് ഇട്ടു, നമ്മളൊരു വീഡിയോ ചെയ്തു. ഇതെല്ലാം ഈ ദിവസം നമ്മുടെ വീഡിയോ വരികയും സന്ദീപ് വാര്യരുടെ പോസ്റ്റ് വരികയും ചെയ്ത സെയിം ഡേയിൽ ഏഷ്യാനെറ്റ് കാണിച്ചൊരു പണിയുണ്ട്. ഈ വിവാദ പരിപാടി അവതരിപ്പിച്ച ആ ചെറുപ്പക്കാരനെ, കുപ്രസിദ്ധനായ ആ ചെറുപ്പക്കാരനെ, ഈ പരിപാടിയിലൂടെ കുപ്രസിദ്ധനായ ആ ചെറുപ്പക്കാരനെ കൊണ്ട് അന്ന് 9 മണിക്കുള്ള പ്രൈം ന്യൂസ് അവതരിപ്പിച്ചു. നീയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കണ്ടോടാ എന്ന് പറഞ്ഞുള്ള മറുപടി, അതുമൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസ്യത പോയ 2 സംഭവമാണ്. കർഷക കലഭാഷ ബാഗിൽ നിന്നുള്ള ഷഹീൻ ബാഗിൽ എന്റെ പുറകിൽ അതാ ഒരു പള്ളി കത്തിക്കുകയാണ് എന്ന് സുനിൽ എന്ന് പറയുന്ന അവരുടെ ഒരു ലേഖകൻ, ആ ലേഖകൻ പിന്നീട് കൈരളിയിലേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, സാറ് എന്നെക്കാളും സീനിയർ മാധ്യമ പ്രവർത്തകരാണ്. പക്ഷെ നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു ടെൻഷൻ ഒരിടത്തുണ്ടെങ്കിൽ അതിനെ ആളി കത്തിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് 2 വിഭാഗങ്ങൾ തമ്മിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാളെന്താ ചെയ്തത്, എൻ്റെ പിന്നിൽ അതാ ഒരു പള്ളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് കൂടുതൽ കലാപം ഉണ്ടാവും. അതിൽ പോലും ഒരു ഖേദം ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റ്. പിന്നെ ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ ഒരു മോഡലിനെ, ഒരു പെൺകുട്ടിയെ വെച്ചതായിട്ടുള്ള ഒരു ആരോപണവും അതെ അതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയും
ചില വളരെ മോശപ്പെട്ട പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ഒരു ലേഖകനെക്കുറിച്ചൊരു ആക്ഷേപമുണ്ട്. ഒരു അധ്യാപകനെ വ്യാജ പീഡന കേസിൽ കുരുക്കിയതിന് പിന്നിൽ ഏഷ്യാനെറ്റിലൊരു അധ്യാപകനാണ് എന്ന് ചില ആരോപണങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏഷ്യാനെറ്റ് ലേഖകരെക്കുറിച്ച് പറയുമ്പോൾ, ഏഷ്യാനെറ്റിൻ്റെ മൊത്തത്തിൽ പറയുമ്പോൾ ആളുകൾക്ക് ഒരുപാട് പരാതികളാണ്. വേറെ ഒരു മാധ്യമത്തെക്കുറിച്ചും ഇല്ലാത്തത്ര പരാതികൾ ഏഷ്യാനെറ്റിനെക്കുറിച്ച് പൊതുവിൽ പറയുന്നുണ്ട്. മലയാളത്തിലെ വലിയ ചാനലായതുകൊണ്ട് സ്വാഭാവികമായും അവർക്കെതിരെ ഉണ്ടാവും. ഈ മാങ്ങയുള്ള മാവിലല്ലേ ഏറ് കിട്ടൂ എന്ന് പറയുന്നത്. ഈ 2ാം സ്ഥാനത്ത് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തും എന്ന് ഞാൻ കരുതി. ഒന്നുമില്ല. എന്നിട്ട് നോക്കി ഞാൻ ഒന്നും സംഭവിച്ചു. അതിപ്പോൾ അതിപ്പോൾ സിമ്പിൾ. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP-യിൽ സമീപകാലത്ത് വന്ന, ഒരുപാട് കാലമായില്ലോ അദ്ദേഹം BJP-യിൽ. അദ്ദേഹം ജനതാദൾ മറ്റേ കുമാരസ്വാമിയുടെ പാർട്ടിയൊക്കെയാണ്. പിന്നീട് BJP-യുടെ MP ആയി സീറ്റിൽ രാജ്യസഭയിലെത്തിയിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ കൂടെ പോവാതെ മോദിയുടെ പാർട്ടിയിലേക്ക് വന്നു. അങ്ങനെ വന്ന് ഒരു BJP-കാരനാണ്. അപ്പോൾ അദ്ദേഹം ഫുൾ ടൈം BJP പ്രവർത്തകരാണ്. BJP-യോട് സത്യസന്ധമായി കൂറ് പുലർത്തി തന്നെയായി ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ തങ്ങളുടെ തലപ്പത്ത് വന്നപ്പോൾ എന്നാൽ ഇവനിട്ടോട്ട് പണി കൊടുക്കാം എന്ന് വെച്ചിട്ട് BJP-കാരൻ മുതലാളിയുടെ തൊഴിലാളിയായിട്ടിരിക്കാൻ നമുക്ക് നേരെയില്ല. ഈ ചാനൽ പൂട്ടിച്ചിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോകാം എന്ന ലൈനിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? പിന്നെ ഒരു പ്രോപ്പർ എഡിറ്റർ ആ സ്ഥാപനത്തിന് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഓരോ സ്ഥാപനത്തിൻ്റെ എഡിറ്റർ ആരാണെന്നൊക്കെ അത്യാവശ്യം ധാരണ ഉണ്ടാവുമല്ലോ. ഇത് മനോജ് കെ ദാസ് പോയ ശേഷം അതിനൊരു പ്രോപ്പർ എഡിറ്റർ ഉണ്ടോ? സിന്ധു സൂര്യകുമാർ എക്സിക്യൂട്ടീവ് എഡിറ്ററാണെന്ന്. അത് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് അവർ. അതല്ലാതെ ഒരു സ്ഥാപനത്തിന് ഒരു എഡിറ്ററോ ചീഫ് എഡിറ്ററോ അങ്ങനെയൊക്കെ വേണമല്ലോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ പറഞ്ഞ ഈ സംഘം ഉണ്ടല്ലോ, അവർ വേറെ ഒരു അങ്ങനെ പ്രൊഫഷണൽ എഡിറ്ററൊന്നും അംഗീകരിക്കില്ല. അതാണ് സംഘം അംഗീകരിക്കില്ല. മാത്രമല്ല അവർക്ക് രാജീവ് ചന്ദ്രശേഖറിനോട് കടുത്ത പകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു BJP-കാരൻ ഞങ്ങളെ ഹെഡ് ചെയ്യുന്നു എന്ന്. സ്വാഭാവികമായി ഇവരെല്ലാം BJP-യാണ്. BJP-ക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരാൾ പോലും ചാനലില്ല. എല്ലാവരും BJP-യാണ്. ഒരു തർക്കമില്ല. അവിടുത്തെ പ്യൂൺ മുതൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ വരെ ഭാഷ BJP-യാണ്. ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരുടെ ശബ്ദം കേൾക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ വല്ല സത്യങ്ങളും ഒക്കെ പറയാറുണ്ടെങ്കിലും വിനു വി ജോൺ ഉടൻ തന്നെ പഴയ ട്രാക്കിലേക്ക് തിരിച്ചു അറിയാതെ ചിലതൊക്കെ പറഞ്ഞു പോകും. ഉടനെ പുള്ളി ട്രാക്ക് പിടിച്ച് ഗിയർ മാറ്റി പഴയ ട്രാക്കിൽ പോകും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു തരത്തിലും ഒരു BJP-കാരനെ അംഗീകരിക്കാൻ കഴിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനലായതുകൊണ്ട് ഈ ചാനലിനൊരു പണി കൊടുത്ത്, രാജീവ് ചന്ദ്രശേഖറിന് പണി കൊടുത്ത് ഈ ചാനലിനെ തകർത്ത് ഇവർക്ക് പറ്റിയ പുതിയ താവളങ്ങളിലേക്ക് പോകാൻ കാരണം അവിടുന്ന് ഈ പറഞ്ഞ 4-5 പേര് വെച്ച് ബാക്കി എല്ലാവരും പല സ്ഥലത്തേക്ക് മടങ്ങി കഴിഞ്ഞല്ലോ ഏഷ്യാനെറ്റിൽ നിന്ന്. അവരാണ് ഈ 24 പോലത്തെ സ്ഥലങ്ങളൊക്കെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. റിപ്പോർട്ടർ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഏഷ്യാനെറ്റിൽ നിന്നുള്ള ആളുകളല്ലേ. അല്ല, 24-നോട് ഇവർ വലിയ ഗുസ്തി പിടിച്ചായിരുന്നു. കാരണം ഒരു മനുഷ്യൻ ഇപ്പോൾ വലിയ സംഘടനയൊന്നുമില്ല, ഒറ്റയ്ക്കൊരാൾ അയാളുടെ അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത സ്ഥാപനമാണ് 24 അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ വലിയ മൂലധന ശക്തിയൊന്നുമല്ല ശ്രീകണ്ഠൻ നായർ. ഒരു ജേർണലിസ്റ്റ്. അദ്ദേഹം മലയാള മാധ്യമരംഗത്ത് ഏറ്റവും വിഖ്യാതനായ പല ആളുകളെയും പോയി ഫണ്ട് ശേഖരിച്ച് അദ്ദേഹത്തിൻ്റെ അധ്വാനവും ചിന്തയും വിയർപ്പും കൊണ്ടാണ് 24-നെ പടുത്തുവരുത്തത്. 24-ലും ഈ പറയുന്ന പോലെ ചില വിഷവിത്തുകളിടയ്ക്ക് കയറി പറ്റിയെങ്കിലും അദ്ദേഹം കുറച്ചൊക്കെ ഇമ്പാർഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടതുപക്ഷ രോഗം കുറഞ്ഞതും മറ്റ് ചാനലുകളുടെ പേരെങ്കിലും പറയൂ. അതെ, അതാണ് അത് വളരെ മാന്യമായ കാര്യം. മറ്റ് ചാനലുകാരെ ബഹുമാനിക്കാറുണ്ട്. അവിടെ ഇങ്ങനെയുണ്ട്, അവരുടെ പേര് പറയുന്നതിനും അവരിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതും ശ്രീകണ്ഠൻ നായർക്കൊന്നും ഒരു മടിയില്ല. അപ്പോൾ എനിക്കൊന്ന് മലയാളത്തിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷ രോഗം, പിന്നെ അതൊരു കേരളത്തിലെ എല്ലാവർക്കും ഉള്ളൊരു സാംക്രമിക രോഗമാണ്. അത് റിപ്പോർട്ടറിലും 24-ലും വന്നിട്ടുണ്ട്. എങ്കിൽ പോലും 24 നമുക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു ചാനലായി മാറിയിട്ടുണ്ട്. ഞാൻ കാണുന്ന ചാനൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഇപ്പോൾ ഞാൻ മാറ്റി. ഈ പറഞ്ഞ പ്രശ്നത്തിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപകൽപ്പന, ഡിസൈൻ തുടങ്ങിയ സംഗതികളിലെ അത് ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ ആർക്കൈക്കാണ്, പ്രാചീനമാണത്. അതിലൊന്നും ഒരു മാറ്റം അവർ ചെയ്തിട്ടില്ല. പക്ഷേ 24 ഒക്കെ കാണുമ്പോൾ അതൊരു പുതിയ സംഭവമാണ് എന്ന് കാഴ്ചയ്ക്ക് നമുക്ക് തോന്നും. ഇത് വളരെ പ്രാചീനമായ ഡിസൈൻ അങ്ങനെ തന്നെ നിർത്തി പോവുകയാണ് ഏഷ്യാനെറ്റ്. പ്രാചീനമായ ചിന്തയും ആശയങ്ങളുമാണ്. കമ്മ്യൂണിസം ഒരുപാട് കാലഘട്ടം ലോകം മുഴുവൻ തിരസ്കരിച്ച പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അതിലിപ്പോഴും മുറുകി പിടിച്ച് ഊഞ്ഞാലാടുകയാണ് ഏഷ്യാനെറ്റിലെ മഹാപ്രതിഭകളായ ജേർണലിസ്റ്റുകൾ. ഈ ചാനലിനെ രക്ഷിക്കാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കഴിയും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഒരു മാധ്യമ പ്രവർത്തനം. അതായത് എനിക്ക് തോന്നുന്ന അവരുടെയൊക്കെ ചിന്ത
ഹിന്ദുക്കളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ BJPയോ RSSോ സംഖ്യയോ ആവുന്നു എന്നുള്ളതാണ്. അത് ഈ ഹിന്ദുക്കളെ പറ്റി പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ സംഭവങ്ങൾ നടന്നതൊക്കെ അവിടെ ഒരു സംഗീതജ്ഞൻ രാഹുൽ ആനന്ദ എന്ന് പറഞ്ഞൊരാൾ, ആ രാഹുൽ ആനന്ദയുടെ വീട്ടിൽ അയാൾക്ക് 4 അടി കിട്ടാൻ അയാൾ അവിടുത്തെ മതേതര പുരോഗമന ഹിന്ദുവാണ്. ഹിന്ദുവല്ല, മതേതര പുരോഗമന ലെഫ്റ്റ് ഒക്കെയാണ്. അപ്പൊ പിന്നെ പോയതാണ്. അല്ല, വേറെ കാര്യമുണ്ട്, അതിന്നൊരു പാഠമുണ്ട്. നീ എത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ആയാലും നിന്റെ പേര് ഹിന്ദുവാണ്, നിന്റെ അപ്പനും അമ്മയും ഹിന്ദു ആണെങ്കിൽ ജിഹാദിക്ക് അവൻ കൊല്ലപ്പെടേണ്ടവനാണ്. അതിപ്പോ അവിടെ വേറൊരു മാർക്സിസ്റ്റ് ലേഖകനെ അവർ ആക്രമിച്ചു. പ്രസ് ക്ലബിന്റെ അസിസ്റ്റന്റ്, അയാളും ഹിന്ദുവാണ്, ജനനം കൊണ്ട് ഹിന്ദുവാണ്. അതുകൊണ്ട് അവൻ എത്ര വലിയ വിപ്ലവകാരിയാണെങ്കിലും ജിഹാദികൾക്ക് കാഫിറാണ്, കാഫിറിനെ കൊല്ലും. അത് അവാമി ലീഗിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഹിന്ദു കൗൺസിലർമാരെ കൊന്നല്ലോ. അതെ. അപ്പോൾ ഏഷ്യാനെറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴും കേരളത്തിൽ ഹിന്ദുക്കൾ 2ാം സ്ഥാനത്തായിട്ടില്ല. പല ജാതികളൊക്കെ ഉണ്ടെങ്കിലും ഹിന്ദു എന്നുള്ള ഒരു പൊതുബോധവും ഐക്യബോധവും ഉണ്ടായി വരുന്നുണ്ട്. ഹിന്ദു സമൂഹത്തെ അവഗണിച്ചും ഉപദ്രവിച്ചും മലയാളത്തിൽ ഒരു ചാനലിനും ഒരു മാധ്യമത്തിനും അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. മാതൃഭൂമി ദിനപത്രം 5-6 ദിവസം കഴിഞ്ഞെങ്കിലും ബംഗ്ലാദേശിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നത് ഏഷ്യാനെറ്റ് ഒന്ന് പഠിച്ചാൽ കൊള്ളാം. പിന്നെ ഏഷ്യാനെറ്റുകാർക്ക് ഖേദിക്കേണ്ട, 1നേക്കാളും വലിയ നമ്പർ 3ആണ്. അപ്പം 3ആണ്. 1 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 എന്നുള്ള നമ്പർ ഞങ്ങൾക്കുണ്ടെന്ന്, 1നേക്കാൾ വലുതാണ് 3 എന്ന് അഭിമാനിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.